ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. മകരമാസം സുബ്രഹ്മണ്യ സ്വാമിയുമായി വളരെ പ്രധാനപ്പെട്ട ബന്ധമുള്ള മാസമാണ്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭഗവാനെ നല്ലതുപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നതാണ്. അതോടൊപ്പം നമ്മുടെ നടക്കാതെ കിടക്കുന്ന പല ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റി തരികയും ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഭഗവാന് ഏറെ പ്രാധാന്യമുള്ളതാണ്. അത്രത്തോളം തികഞ്ഞ ജ്ഞാനിയായിട്ടുള്ള ഭഗവാനാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഭഗവാനെ നല്ല മനസ്സോടെ പ്രാർത്ഥിക്കുന്നത് വഴി അവർക്ക് നല്ല അറിവും അവർ നല്ല ജ്ഞാനികളുമാവാനൊക്കെ ഭഗവാൻ സഹായിക്കുന്നതാണ്. കൂടാതെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസത്തിലൂടെ പ്രശസ്തിയുടെ ഉന്നതങ്ങളിലേക്ക് അവരെ എത്തിക്കുവാനും ഭഗവാൻ സഹായിക്കും. അറിവിൻ്റെ നിറകുടമായിട്ടുള്ള ഭഗവാനാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. സ്വാമിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അനേകമായിരം കഥകൾ നമുക്കറിയാം. ഒരിക്കൽ നാരദ മഹർഷി ഭഗവാൻ സ്വാമിയുടെ അല്ലെങ്കിൽ ശിവൻ്റെ കേന്ദ്രമായിട്ടുള്ള കൈലാസത്തിലേക്ക് കൊണ്ടുചെന്ന ആ ജ്ഞാനപ്പഴത്തെക്കുറിച്ച് ഉള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അച്ഛനായ ശിവഭഗവാനും അമ്മയായ പാർവതീദേവിയും ഒരു മത്സരം വെച്ചതും ആ മത്സരത്തിൽ സഹോദരനായ അനമുഖ ഗണപതി ഭഗവാൻ സൂത്രപ്പണിയിലൂടെ ആ പഴം കൈവശപ്പെടുത്തുകയൊക്കെ ചെയ്തത് നിങ്ങൾക്കറിയാവുന്ന ഒരു കഥയായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ പ്രകാരം അവരുടെ മത്സരം ഇതായിരുന്നു: ബ്രഹ്മാണ്ടത്തെ, അതായത് ഈ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റത്തവണ വലം വെച്ചു വരുന്നത് ആരാണോ അവർക്കാണ് ഈ ഒരു പഴം ലഭിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കേട്ട മാത്രയിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതി ഭഗവാനും മത്സരം ആരംഭിച്ചു. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ വാഹനമായിട്ടുള്ള മയിലിൻ്റെ പുറത്ത് കയറി ഈ പ്രപഞ്ചത്തെ മുഴുവൻ വലം വയ്ക്കുന്നതിനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ദിവ്യമായിട്ടുള്ള യാത്രയിൽ ഭഗവാൻ പല അറിവുകളും നേടുകയും ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് അറിവുകളും ആകാശഗോളങ്ങളെ പറ്റിയുള്ള അറിവുകളും ഒക്കെ നേടി. അങ്ങനെ അനന്തമായ അറിവിൻ്റെ ഒരു മഹാസാഗരം തന്നെ അദ്ദേഹം നേടിയെടുത്തു. എന്തിനു പറയുന്നു, എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള അച്ഛൻ ശ്രീ പരമേശ്വരന് പോലും തമിഴ്നാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവണ്ണാമലയിൽ വെച്ച് ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു മകൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അങ്ങനെ അച്ഛനേക്കാൾ ഉയർന്ന അറിവുള്ള മകനായി ഭഗവാൻ ശ്രീമുരുകൻ മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം അറിവുള്ള ഭഗവാനാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹത്തെ അഭയം പ്രാപിക്കുന്നത് വഴി വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാവാനും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു തടസ്സവുമില്ലാതെ നല്ല രീതിയിൽ അവർക്ക് പ്രശസ്തിയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാനും നല്ല കുട്ടികളായി മാറുവാനും അവരെ വളരെയധികം സഹായിക്കും. പിന്നീട് പറയുകയാണെങ്കിൽ മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് തൈപ്പൂയ മഹോത്സവം നമ്മൾ ആഘോഷിക്കാറുള്ളത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് തീർത്തും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് തൈപ്പൂയ മഹോത്സവം നടക്കുന്ന ആ ഒരു സുദിനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിറന്ന നാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാൾ എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രമാണ്. പക്ഷേ പൂയം നക്ഷത്രത്തിന് ഇത്രത്തോളം പ്രാധാന്യം വരുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തീർത്തും ഉപദ്രവകാരിയായിട്ടുള്ളത് അല്ലെങ്കിൽ വളരെയധികം മറ്റുള്ളവർക്ക് വളരെയധികം ദ്രോഹങ്ങൾ ചെയ്തിരുന്ന ദേവലോകത്തും പ്രപഞ്ചം മുഴുവൻ വളരെയധികം ഉപദ്രവകാരിയായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ദേവലോകത്ത് മുഴുവൻ അധർമ്മിയായിട്ട് വാണിരുന്ന ഒരു അസുരനായിരുന്നു താരകാസുരൻ. ഈ ഒരു താരകാസുരൻ്റെ ശല്യം സഹിക്കവയ്യാതെ ദേവജനങ്ങളും എല്ലാ മുനിമാരും സന്യാസിമാരും ജനങ്ങളും എല്ലാവരും ശിവഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ, ഞങ്ങൾക്ക് ശാന്തി സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരണേ, ഈ അസുരനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ശിവഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് എല്ലാവരും. ശിവഭഗവാനാണെങ്കിൽ തൻ്റെ പുത്രനെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. താരകാസുരനുമായി ഏറ്റുമുട്ടാനായിട്ട് തൻ്റെ മകനെ ഭഗവാൻ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഭഗവാൻ അറിയാം തൻ്റെ മകൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പോക്ക്
ഫലവത്താവാതെ വരില്ല എന്നുള്ളത് ഭഗവാന് ഉറച്ച നിശ്ചയം ഉണ്ടായിരുന്നു. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ പറഞ്ഞു വിടുകയാണ്. സുബ്രഹ്മണ്യ സ്വാമി അവിടെ ചെന്ന് താരകാസുരനെ തൻ്റെ പൊൻവേലുകൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ദേവലോകത്തും ഈ പ്രപഞ്ചം മുഴുവൻ സമാധാനം അങ്ങനെയാണ് ലഭിച്ചത്. ഈ ഒരു അസുരൻ്റെ വധത്തോടു കൂടിയാണ് ഭൂമിയിൽ സമാധാനം ലഭിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ വളരെ ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം സ്വാമി നൽകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, ഭഗവാന്റെ സ്തോത്രങ്ങൾ ആലപിക്കുക, അതുപോലെ തന്നെ സ്തോത്രങ്ങൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ മറ്റുള്ളവർ പാടുന്നത് അല്ലെങ്കിൽ പറയുന്നത് ചൊല്ലുന്നത് നിങ്ങൾ കേൾക്കുക, നാമങ്ങൾ ചൊല്ലുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹ വർഷം നമ്മളിൽ ഉണ്ടാവും. നല്ല രീതിയിൽ നമ്മുടെ ജീവിതം കടന്നു പോകും. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യജന്മം പോലും ഇല്ല. അത് സത്യമുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യനായി പിറന്ന ഏത് മനുഷ്യന്മാർക്കും ജീവികൾക്കും എന്താണ് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് ഭഗവാന്റെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ തുണയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊരു ശാന്തി സമാധാനം അതൊക്കെ തരണം ചെയ്യുവാനുള്ള ശേഷിയും ശക്തിയും ഒക്കെ ഭഗവാൻ നമുക്ക് തരുമെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഭഗവാൻ നമ്മളെ വന്ന് രക്ഷിച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറ്റി തരും എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതെന്താ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. പക്ഷെ അതല്ല പറയുന്നത്. ഏതു ജന്മം ആണെങ്കിൽ പോലും ഈ പറയുന്ന ദൈവങ്ങൾക്ക് പോലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അണുപോലും ശക്തിയില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ അണുപോലും ബലമില്ലാത്ത നമ്മൾക്കൊക്കെ പിന്നെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അത് ഉണ്ടാവും. പക്ഷേ ഭഗവാൻ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതൊക്കെ തരണം ചെയ്യുന്നതിനും അതിനൊക്കെ വേണ്ടിയുള്ളൊരു ശക്തി ഭഗവാന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ആ ശക്തിക്ക് മുന്നിൽ നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ തോറ്റുപോകുമെന്നാണ് പറയുന്നത്. എല്ലാം തികഞ്ഞ ആൾക്കാരായിട്ട് ഒരു ജന്മം പോലും ഒരു പുഴുവിന് പോലും അതിൻ്റേതായ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാം തികഞ്ഞവനായിട്ട് ആരെയും ഈ ഭൂമിയിലെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ. ഈ പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഇല്ലേ? ചെറിയ ചെറിയ തരത്തിലുള്ള പ്രയാസങ്ങളെങ്കിലും ഉണ്ടാവാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയാണെങ്കിൽ അത് പ്രയത്നിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി നമുക്ക് എത്രയോ സമയം നമ്മൾ വിലപ്പെട്ട എത്രയോ സമയങ്ങൾ നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അതും ഇതും കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും ഒക്കെ. ആ സമയം നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാനായിട്ട് നമ്മൾ സമയം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും വരും തലമുറയിലും ഒക്കെ അതിൻ്റെ ഗുണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നേ ദിവസം മുരുക ഭഗവാന്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമായിട്ടുള്ള ഓം ശരവണഭവായേ നമഃ, ഓം ശരവണഭവായേ നമഃ, ഓം ശരവണഭവായേ നമഃ എന്ന് 11 പ്രാവശ്യമെങ്കിലും 108 തവണ ചൊല്ലുകയാണെങ്കിൽ അതിവിശേഷമാണ്. 21 തവണയാണെങ്കിലും നല്ലതാണ്. ഇനി ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങൾ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളിൽപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ 11 തവണ എങ്കിലും ഈ ഒരു തൈപ്പൂയ ദിവസം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചു ഉയർത്തുമെന്നുള്ളത് ഉത്തമമായിട്ടുള്ള വിശ്വാസം മാത്രമാണ്. അത് ഒരിക്കലും നിങ്ങളെ ആ ഒരു വിശ്വാസം നിങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഭഗവാന്റെ ഈ ഒരു മൂലമന്ത്രം തികഞ്ഞ ഭക്തിയോടുകൂടി നമ്മൾ ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം സുനിശ്ചയമാണ്. ഇനി ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലേണ്ട സമയം എപ്പോഴാണെന്നുള്ളത് ചോദിക്കുകയുണ്ടായി 1-2 പേര്. നമ്മൾക്ക് ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലാനുള്ള സമയം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും വളരെ നല്ലതാണ്. പറ്റാവുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചൊല്ലാം, പക്ഷേ രാവിലെയും വൈകുന്നേരവും അതിവിശേഷമാണ്.
കിഴക്ക് ദിക്കിലേക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് ഭഗവാന്റെ നാമം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായി കരുതുന്നു. അതുപോലെ തന്നെ മുരുക ഭഗവാന്റെ ഫോട്ടോ ഉപയോഗിച്ച് പാരായണം ചെയ്യുന്നതാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഭഗവാനെ ചുവന്ന പൂക്കളാണ് സമർപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ മുരുക മന്ത്രങ്ങൾ പാരായണം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ സംരക്ഷണം നൽകുന്ന ദിവ്യ മന്ത്രങ്ങളാണ് ഈ ഒരു ഭഗവാന്റേതുള്ളത്. എല്ലാ മന്ത്രങ്ങളും നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജാതകവശാൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചൊവ്വ കുജൻ്റെയൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതിനും, കൂടാതെ മറ്റുള്ളവരുടെ ശത്രുബാധ ദോഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മന്ത്രവാദം അത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെ നല്ലതാണ്. എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികൾക്കാണ്. കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഭഗവാന്റെ നാമങ്ങൾ അവരെ ചൊല്ലാൻ പഠിപ്പിക്കുന്നതും അവർ ചൊല്ലുന്നതും ഒക്കെ. അവരുടെ ജീവിതത്തിൽ വിദ്യ ഉണ്ടെങ്കിലേ വിദ്യയാണ് ഏറ്റവും വലിയ ധനം എന്ന് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യ ഉണ്ടെങ്കിൽ പിന്നെയുള്ള ധനമൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നതാണ്. അതില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മുടെ മക്കളേനെ ഏവരെയും ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ചെറിയ ചെറിയ നാമങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലാൻ പഠിപ്പിക്കുക. അവരെ കൊണ്ട് കൃത്യമായി അത് ചൊല്ലിപ്പിക്കുക. ഭഗവാന്റെ കഥകളും ഭഗവാന്റെ പുരാണ കഥകളും എല്ലതും നമ്മൾ കുട്ടികളുമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവരും തീർച്ചയായും വളർന്നു വരുമ്പോൾ അവരും ഭഗവാനിലേക്ക് അടുക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തൈപ്പൂയവുമായി ബന്ധപ്പെട്ട ചെറിയൊരു അറിവുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നല്ലൊരു ദിവസവും അതുപോലെ തന്നെ ഭഗവാന്റെ കടാക്ഷങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.